നമ്മുടെ മൊബൈൽ ഫോണിൽ കാലിയായി കിടക്കുന്ന ഒരുപാട് ഫോൾഡറുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പല ആവശ്യങ്ങൾക്കായി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇത്തരം ഫോൾഡറുകൾ. നമ്മൾ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്താലും അത് ക്രിയേറ്റ് ചെയ്ത ഫോൾഡറുകൾ നമ്മുടെ ഫോണിൽ തന്നെ കിടക്കുന്നുണ്ടാവും. ഇനി കാലിയാണെന്ന് കരുതി നമ്മൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോൾഡർ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്തരം ഫോൾഡറുകൾക്കകത്ത് ഹൈഡായി കിടക്കുന്ന ഫയലുകൾ ഉണ്ടാവും. നമുക്ക് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ, അതിനകത്ത് ഫയലുകൾ ഉണ്ടാകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫോണിൽ കിടക്കുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻ്റെ ഫോൾഡറാണ് നമ്മൾ അറിയാതെ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ആപ്ലിക്കേഷൻ പിന്നീട് വർക്ക് ചെയ്യാതാകും, അതുപോലെ തന്നെ അതിൻ്റെ ഡാറ്റ നഷ്ടപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണിനകത്ത് കിടക്കുന്ന കാലിയായ ഫോൾഡറുകൾ മാത്രം ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇങ്ങനെ കാലിയായ ഫോൾഡറുകൾ നമ്മൾ ഫോണിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ നമ്മുടെ ഫോണിലുള്ള പല ആപ്ലിക്കേഷനും ഫീച്ചറുകളും നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് സ്കാൻ ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരുപാട് അനാവശ്യ ഫോൾഡറുകൾ ഉള്ളപ്പോൾ ഇത്തരം ആപ്ലിക്കേഷൻ ലോഡാകാനും സ്കാൻ ചെയ്യാനൊക്കെ സമയമെടുക്കും. അപ്പോൾ കാലിയായ ഫോൾഡറുകൾ നമ്മൾ ഒഴിവാക്കി കൊടുക്കുകയാണെങ്കിൽ ഫോണിൻ്റെ പെർഫോമൻസ് ഒരുപാടധികം വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് ഫേസ്ബുക്ക് ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു ബാർകോഡ് ഉണ്ടാകും, യൂട്യൂബ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. അതുപയോഗിച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയുടെ അവസാനം എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷൻ കൊടുക്കണം. ഇവിടെ വലതുഭാഗത്ത് പെർമിഷൻ കൊടുക്കേണ്ട ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സിനകത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഓണായി കിട്ടും. ജസ്റ്റ് ഈ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഇനി പിറകോട്ടേക്ക് വരാം. ഇനി ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം എംപ്റ്റി ഫോൾഡർ റിമൂവർ എന്ന് പറയുന്ന ഒരു ബട്ടൺ. ജസ്റ്റ് അതിലേക്കൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ക്ലീൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഉണ്ടാകുക. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോൾഡർ സ്കാൻ ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ പഴയ ഫോണാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും സ്കാൻ ചെയ്യാൻ. നിങ്ങളുടെ മുഴുവൻ ഫോൾഡർ സ്കാൻ ചെയ്യേണ്ടതുണ്ട്. പുതിയ ഫോണാണെങ്കിൽ അല്പസമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് ലഭിക്കുന്നതാണ്. എൻ്റെതിപ്പോൾ പുതിയൊരു ഫോണാണ്, എന്നിട്ട് പോലും എത്ര സമയം സ്കാൻ ചെയ്യാൻ എടുക്കുന്നതെന്ന് നിങ്ങൾ നോക്കിക്കോ. ഇത്രയേറെ സമയം അല്ലാതെ തന്നെ എനിക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനിനി പൂർത്തിയായതിനു ശേഷം കാണിച്ചു തരാം. സ്കാനിങ് പൂർത്തിയാകുന്നതോടെ നമ്മുടെ ഫോണിൽ കിടക്കുന്ന കാലിയായ ഫോൾഡറുകളൊക്കെ ആപ്ലിക്കേഷൻ തന്നെ ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്തു തരുന്നതാണ്. അതിനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ടുള്ള ഓപ്ഷനൊന്നും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് 86 കാലിയായ ഫോൾഡറുകൾ ആപ്ലിക്കേഷൻ റിമൂവ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾക്കും കാലിയായ ഫോൾഡറുകൾ റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മാസത്തിൽ ഒരു തവണ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കാലിയായ ഫോൾഡറുകൾ ഇതുപോലെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോണിൻ്റെ പെർഫോമൻസ് മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആദ്യം യൂട്യൂബിലുള്ളവർക്ക് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. അതിനുശേഷം ഫേസ്ബുക്കിലുള്ളവർക്ക് പറഞ്ഞു തരാം. യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു വെബ്സൈറ്റിൻ്റെ പേജ് ഓണായി കിട്ടും. വളരെ സാവധാനത്തിൽ 10 സെക്കൻഡ് എടുത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിനകത്ത് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഫേസ്ബുക്കിലുള്ളവർ ഈ QR കോഡ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഇതേ QR കോഡ് തന്നെ കമൻറ്റ് ബോക്സിലുണ്ട്. അത് നിങ്ങൾ ഗാലറിയിലേക്ക് സേവ് ചെയ്താൽ മതി. ശേഷം നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് google.com എന്ന് പറഞ്ഞ് ഗൂഗിളിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ വലതുഭാഗത്തായിട്ട് ഒരു ക്യാമറയുടെ ഐക്കൺ കാണാം. ആ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറയും ഗാലറിയും ഒക്കെ ഒരുമിച്ച് ഓപ്പൺ ആകുന്നതാണ്. ഇനി നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തതോ സ്ക്രീൻഷോട്ട് എടുത്തതോ ആയിട്ടുള്ള ആ ബാർകോഡ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സ്കാനായിട്ട് നടുവിൽ ഇതുപോലെ ബ്ലൂ നിറത്തിൽ ലിങ്ക് കാണിക്കും. ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ പേജ് ഓപ്പൺ ആയി കിട്ടുന്നതാണ്. 10 സെക്കൻഡെങ്കിലും എടുത്തിട്ട് വളരെ സാവധാനത്തിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരയ്ക്കും ഗുഡ് ബൈ.